നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ വോട്ടുയർത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ്. എന്ത് വില കൊടുത്തും കേരളത്തിൽ ഭരണം പിടിക്കുകയെന്ന ലക്ഷ്യം മോദി സർക്കാരിന്റെ ഊണിലും ഉറക്കത്തിലുമുണ്ട്. അതുകൊണ്ടാകാം മൻ കി ബാത്തിൽ പാലക്കാട് അട്ടപ്പാടിയിലെ സ്ത്രീകൾ താരമായത്. വാനോളം പുകഴ്ത്തിയിരിക്കുകയാണിവരെ മോദി. പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി മേഖലയിൽ തയ്യാറാക്കുന്ന കാർത്തുമ്പി കുടകളെ കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ വോട്ടു പിടിക്കാനിറങ്ങിയിരിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം സംരംഭത്വത്തിന്റെ മികച്ച മാതൃകയാണ് അവതരിപ്പിച്ചതെന്നും നാരീശക്തിയിലൂടെയാണ് സമൂഹം അഭിവൃദ്ധിപ്പെടുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. മോദി മൻ കി ബാത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ന് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക തരം കുടയെക്കുറിച്ചാണ്. ഈ കുടകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. യഥാർത്ഥത്തിൽ കേരള സംസ്കാരത്തിൽ കുടകൾക്ക് പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട്. അവിടെയുള്ള പല ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രധാന ഭാഗമാണ് കുടകൾ. എന്നാൽ കാർത്തുമ്പി കുടകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അവ കേരളത്തിലെ അട്ടപ്പാടിയിലാണ് തയ്യാറാക്കുന്നത്. ഈ കുടകൾ നമ്മുടെ കേരളത്തിലെ ആദിവാസി സഹോദരിമാരാണ് ഒരുക്കുന്നത് എന്നതാണ് പ്രത്യേകത. ഇന്ന് രാജ്യത്തുടനീളം ഈ കുടകളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ വഴിയും ഇവ വിൽക്കുന്നുണ്ട്. വട്ടലക്കി സഹകരണ അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഇവ നിർമ്മിക്കുന്നത്. നമ്മുടെ സ്ത്രീ ശക്തിയാണ് ഈ സഹകരണ സംഘത്തെ നയിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം സംരംഭത്വത്തിന്റെ മികച്ച മാതൃകയാണ് അവതരിപ്പിച്ചത്. ഈ സൊസൈറ്റി ഒരു മുള കരകൗശല യൂണിറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റും പരമ്പരാഗത കഫേയും തുറക്കാനുള്ള ഒരുക്കത്തിലാണിവർ. തങ്ങളുടെ കുടകളും മറ്റുൽപ്പന്നങ്ങളും വിൽക്കുക മാത്രമല്ല, അവരുടെ പാരമ്പര്യവും സംസ്കാരവും ലോകത്തെ പരിചയപ്പെടുത്തുക കൂടിയാണ് അവരുടെ ലക്ഷ്യം. ഇന്ന് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ബഹുരാഷ്ട്ര കമ്പനികളിലേക്കുള്ള യാത്ര പൂർത്തിയാക്കുകയാണ് കാർത്തുമ്പിക്കുട. വോക്കൽ ഫോർ ലോക്കലിന് ഇതിലും മികച്ച ഉദാഹരണം മറ്റെന്താണെന്നായിരുന്നു നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ ചോദിച്ചത്. അമ്മയുടെ പേരിൽ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കണമെന്നും മൻ കി ബാത്തിൽ മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തിൽ ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചു. ഈ പദ്ധതിയുടെ പേര് ഏക് പേഡ് മാ കെ നാം, അതായത് അമ്മയുടെ പേരിൽ ഒരു മരം. അമ്മയുടെ പേരിൽ ഞാനും ഒരു മരം നട്ടിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ പൗരന്മാരോടും അമ്മമാരോടൊപ്പമോ അവരുടെ പേരുകളിലോ ഒരു മരം നടാൻ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമ്മമാരുടെ സ്മരണയ്ക്കായി അല്ലെങ്കിൽ അവരുടെ ബഹുമാനാർത്ഥം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിൻ അതിവേഗം വളരുന്നത് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നാണ് മോദി പറഞ്ഞത്. അതേസമയം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ സംപ്രേഷണം മൻ കി ബാത് 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിക്കുകയായിരുന്നു. പ്രധാന വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് ജനങ്ങളുമായി സംവദിക്കാനുള്ള വേദിയായ മൻ കി ബാത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് 3ാം തവണയും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ മൻ കി ബാത്താണിത്. മൻ കി ബാത്ത് സംപ്രേഷണം കുറച്ചു മാസത്തേക്ക് നിർത്തിവെച്ചുവെങ്കിലും അതിന്റെ ആവശ്യം രാജ്യത്ത് തുടരുകയാണെന്ന് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഫെബ്രുവരി 25-ന് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കാരണം താൽക്കാലികമായി നിർത്തിയ എപ്പിസോഡ് മുതൽ തനിക്ക് ആശയവിനിമയം നഷ്ടപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തു. 2014 ഒക്ടോബറിൽ ആരംഭിച്ച മൻ കി ബാത്ത് സർക്കാർ സംരംഭങ്ങൾ, ദേശീയ പ്രശ്നങ്ങൾ, ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന സന്ദേശങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് രാഷ്ട്രവുമായി നേരിട്ട് ബന്ധപ്പെടാൻ പ്രധാനമന്ത്രിയെ അനുവദിക്കുന്നുണ്ട്. 22 ഇന്ത്യൻ ഭാഷകളിലും 29 ഉപഭാഷകളിലും ഫ്രഞ്ച്, ചൈനീസ്, അറബിക് ഉൾപ്പെടെ 11 വിദേശ ഭാഷകളിലും ഇത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ആകാശവാണിയുടെ 500-ലധികം പ്രക്ഷേപണ കേന്ദ്രങ്ങളിലൂടെ വിശാലമായ പ്രേക്ഷകരിലേക്ക് ഇത് എത്തിച്ചേരുന്നു. ഇതിലാണ് കേരളത്തെ താരമാക്കി പ്രധാനമന്ത്രി സംസാരിച്ചത്. അതെ, കേരളമാണ് ബിജെപിയുടെ ലക്ഷ്യം.